ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി എടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിന്റെ സൗഖ്യദായക ശുശ്രൂഷ സമാനതകൾ ഇല്ലാത്തതാണ്. പല വിധത്തിലുള്ള രോഗികൾ സൗഖ്യമാവുന്നതും അവർ കർത്താവിനെ പിൻപറ്റുന്നതും ഹൃദ്യമായ കാഴ്ചയാണ്. 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഒരു കുഷ്ഠരോഗിയെ കർത്താവ് സൗഖ്യമാക്കുന്നതിനെ പറ്റിയുള്ള വിവരണമാണുള്ളത്. കർത്താവിന് രോഗികളോടും നിരാലംബരോടും ഉണ്ടായിരുന്ന മനോഭാവവും കർത്താവിന്റെ ജീവിത മാതൃകകളും ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കാം. ഒന്നാമതായി കർത്താവിന്റെ ആർദ്രത, കമ്പാഷൻ. കർത്താവിന് രോഗികളോടും ആവശ്യത്തിലിരിക്കുന്നവരോടും ഉണ്ടായിരുന്നത് ദൈവസ്നേഹത്തിൽ നിന്നും ഉള്ളവായ ആർദ്രതയാണ്. വളരെ പുരുഷാരം അവനോടൊപ്പം ഉണ്ടായിരുന്നിട്ടും ഒരു കുഷ്ഠരോഗിയുടെ നിസ്സഹായത മനസ്സിലാക്കുവാനും അവനെ ശ്രദ്ധിക്കുവാനുമുള്ള സന്നദ്ധത കർത്താവിനുണ്ടായിരുന്നു. തന്റെ മനസ്സും ശരീരവും രോഗിയുടെ സൗഖ്യത്തിനായി കർത്താവ് വിനിയോഗിക്കുന്നു. കാരുണ്യത്തിനായി തന്നിലേക്ക് തിരിയുന്ന ആരെയും അവൻ ഒരിക്കലും നിരസിക്കുകയില്ല. രണ്ടാമതായി, ഈ രോഗിയുടെ സൗഖ്യം തന്റെ സന്തോഷമായി കരുതുന്ന കർത്താവിനെയാണ് കാണുവാൻ സാധിക്കുന്നത്. രോഗം പാപത്തിന്റെ ഫലമാണെന്ന് വിശ്വസിക്കുകയും കുഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അന്നത്തെ ആ സാഹചര്യത്തിൽ കുഷ്ഠരോഗിയെ സ്പർശിക്കാതെ കർത്താവിന് സൗഖ്യം നൽകാമായിരുന്നു. എന്നാൽ രോഗത്തെയോ ചുറ്റുമുള്ളവരെയോ ഭയപ്പെടാതെ കൈനീട്ടി അവനെ തൊട്ട് സൗഖ്യമാക്കുന്ന കർത്താവിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. കർത്താവിന്റെ സ്പർശനത്തിലൂടെ ദൈവസ്നേഹവും സൗഖ്യവും തന്നിലേക്ക് പ്രവഹിക്കുന്നത് അവൻ തീർച്ചയായും അറിഞ്ഞു കാണും. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവിന്റെ മനസ്സും കുഷ്ഠരോഗിയുടെ മനസ്സും അല്ലെങ്കിൽ ആഗ്രഹവും ഒരുപോലെ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ അവിടെ വലിയൊരു അത്ഭുതം സംഭവിക്കുന്നു. കുഷ്ഠരോഗിക്ക് സൗഖ്യം ലഭിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ താഴ്മയോടും കർത്താവിന് ഹിതപ്രകാരമാവുമ്പോൾ അവിടെ വലിയൊരു സൗഖ്യം വിടുതലും ലഭിക്കുന്നു. നമ്മുടെ സകല പാപങ്ങൾക്കും രോഗങ്ങൾക്കും സൗഖ്യദാതാവായി അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഇന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ സംഗതിയാണ്. മൂന്നാമതായി, സൗഖ്യമായ രോഗിയുടെ ഭാവിയെക്കുറിച്ച് കരുതുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ കുഷ്ഠരോഗിയുടെ രോഗമുള്ള ശരീരത്തെ മാനിക്കുകയും തൊട്ട് സൗഖ്യമാക്കുകയും ചെയ്യുന്ന കർത്താവ് ശുദ്ധനായി തീർന്ന രോഗിയുടെ ഭാവി കാര്യങ്ങളിലും ഇടപെടുന്നു. ദേവാലയത്തിലേക്കും സമൂഹത്തിലേക്കുമുള്ള അവന്റെ പ്രവേശനം സാധ്യമാകുന്നതിന് പുരോഹിതന് തന്റെ സൗഖ്യം വെളിപ്പെടുത്തുവാൻ കർത്താവ് അവനോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ കർത്താവിന്റെ അജണ്ടയിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഓരോരുത്തരുടെയും സമഗ്രമായ സൗഖ്യമാണ് എന്ന് ഓർക്കണം. ഈ നോമ്പ് കാലത്ത് ഈ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ദൈവം ഓരോരുത്തരെ കുറിച്ചും കരുതുന്നവനാണെന്നും തക്ക സമയത്ത് തന്നെ നമ്മുടെ അടുത്ത് വന്ന് വിടുവിക്കാൻ കഴിയുന്നവനാണെന്നും കാണിക്കുന്നു. അതുപോലെ ജീവിതം മുഴുവനും എളിയവരോട് ആർദ്രത കാണിച്ച കർത്താവിന്റെ ജീവിതപാത പിന്തുടരുകയും സമൂഹത്തിൽ ഒറ്റപ്പെടലിന്റെയും കഷ്ടതയുടെയും നടുവിൽ കൂടി കടന്നു പോകുന്നവരെ കരുതുവാൻ നമ്മൾ ഓരോരുത്തരും നിയോഗിക്കപ്പെട്ടവരാണെന്നും നമ്മൾ ഓർക്കണം. ആമേൻ.